രേണു സുധി ബിഗ് ബോസിൽ പോയാലും പ്രശ്നം, പോയില്ലെങ്കിലും പ്രശ്നം. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണിത്? കഴിഞ്ഞ വർഷം ജാസ്മിൻ ജാഫർ എന്ന് പറഞ്ഞ ഒരു കണ്ടസ്റ്റന്റിനെ എത്രമാത്രം ബിഗ് ബോസ് യൂസ് ചെയ്തു എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഒരുപക്ഷെ അത് അവരുടെ കുറച്ച് കുഴപ്പം കൂടി ഉണ്ട്. അതായത് ബിഗ് ബോസ് എന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഒരാളെ മാക്സിമം വിൽക്കുക, അയാളുടെ മാക്സിമം അയാളുടെ നിന്ന് കണ്ടന്റ് കൂട്ടുക, അല്ലെങ്കിൽ അവർക്ക് നന്മയോ തിന്മയോ എന്തായാലും വിഷയമില്ല. ജാസ്മിൻ ജാഫറിന് പറ്റിയ അബദ്ധം അല്ലെങ്കിൽ ശോഭയ്ക്ക് പറ്റിയ അബദ്ധം അതേ കണ്ടന്റ് കൊണ്ടുവരാൻ വേണ്ടിയാണ് ബിഗ് ബോസ് ശരിക്കും രേണു സുധീനെ ഉപയോഗിച്ചത്. പക്ഷെ രേണു സുധി ബുദ്ധിപൂർവ്വം നെഗറ്റീവോ പോസിറ്റീവോ ആവാതെ വലിയ ശ്രദ്ധിക്കപ്പെടാതെ മാറി നിൽക്കുകയാണ്. ശരിക്കും രേണു സുധി ബിഗ് ബോസിനിട്ട് പണി കൊടുക്കുകയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. പിന്നെ ഈ ജാസ്മിൻ ജാഫറൊക്കെ ചെയ്തതെന്ന് വെച്ചാൽ ബിഗ് ബോസ് ഒരിക്കലും പറയുന്നില്ല നിങ്ങൾ അവിടെ പോയി ചായക്കകത്ത് തുമ്മാനോ അല്ലെങ്കിൽ ഗബ്രിയായിട്ട് അഭിഹിതം കാണിക്കാനോ അങ്ങനൊന്നും അവർ പറയുന്നില്ല. അത് ശരിയാണ്. മാത്രമല്ല അവർക്ക് നല്ല രീതിയിൽ ഫേം ആവാനുള്ള അവസരവും കൊടുക്കുന്നുണ്ട്, നല്ല പൈസയും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ബിഗ് ബോസിനെ ഞാൻ ഒരിക്കലും കുറ്റം പറയുന്നില്ല. പക്ഷേ ജനങ്ങളുടെ ഇമോഷൻസിനെ മാക്സിമം യൂസ് ചെയ്ത് ഓരോരുത്തരെയും വിൽക്കുക, ആരാണോ കണ്ടന്റ് കൂടുതൽ കൊടുക്കുന്നത് അവരെ പ്രൊമോട്ട് ചെയ്യുക. അതിനുവേണ്ടി രേണുസുധീനെ കൊണ്ടുവന്നു. രേണുസുധീനെ പുറത്തിട്ട് ആൾക്കാർ നല്ല രീതിയിൽ അപമാനിച്ച് നാണം കെടുത്തി വിട്ടിയ രേണുസുധീനെ ബിഗ് ബോസിനകത്തിട്ടും നാണം കെടുത്തി ആൾക്കാർ കളിയാക്കണം. ഇപ്പോഴും ഈ പറഞ്ഞ ബോഡി ഷേമിങ് കാരണം അവളുടെ പല്ലിയുടെ മുഖമാണ് മറ്റേതാണ് അതൊക്കെ തന്നെയല്ലേ ഇപ്പോഴും വിളിച്ചോണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ അവൾക്ക് വലിയ ഗെയിമർ അല്ലായിരിക്കാം, അവൾ ഗെയിം കളിക്കുന്നില്ലായിരിക്കാം, അവൾ പക്ഷേ കുറച്ച് പൈസയൊക്കെ മേടിച്ചിട്ട് അവൾ വീട്ടിൽ പോകുമായിരിക്കും. അങ്ങനെ അങ്ങ് തൃപ്തിപ്പെടുക. ഒരു ഭർത്താവ് ഒരു ഭാര്യ എന്തുമേ സ്നേഹിക്കുന്നു നമുക്കറിയാം. അപ്പോൾ ഒരു ഭർത്താവ് ഇല്ലാത്തൊരു സ്ത്രീയല്ലേ, അവരുടെ കുട്ടികൾക്ക് വേണ്ടിയല്ലേ അവർ ഇത്രയും കഷ്ടപ്പെട്ട് ഇതൊക്കെ ചെയ്യുന്നത്. ആരെങ്കിലും പൈസ കൊടുക്കുമോ? അവരുടെ വീട്ടിൽ ആരെങ്കിലും കൊണ്ട് പൈസ കൊടുക്കും? ഒരു വർഷം അവൾ ഒരു ജോലിക്കും പാതിരുന്നല്ലോ. നിങ്ങൾ ആരെങ്കിലും കൊണ്ട് പൈസ കൊടുത്തോ? പിന്നെ വേറെ ഒരു അച്ഛനും പിന്നെ വേറൊരു കക്ഷി ഇവർ രണ്ടുപേരുമാണ് അവരെ അറ്റാക്ക് ചെയ്യുന്നത്. ഒരാൾക്ക് ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് എന്താണെന്ന് നോക്കരുത്. ഇപ്പം എനിക്കൊരാളൊരു സമ്മാനം തരുന്നത്, അല്ലെ ഞാൻ വേറൊരാൾക്കൊരു സമ്മാനം കൊടുത്തു, അയാൾ ആ പൈസയ്ക്ക് അയാൾ എന്ത് ചെയ്തു അത് നമ്മൾ അറിയേണ്ട കാര്യമില്ല. അത് കൊടുത്തതാ. പിന്നെ അവിടെ ഇട്ട് ചൊറിയുന്നു, നാണം കെടുത്തുന്നു. ഇപ്പൊ അവരുടെ മക്കളുടെ പേരിൽ ഒരു വീഡിയോ കൊടുത്തു. ആ മക്കൾ വലുതായി കഴിഞ്ഞാൽ ഈ രേണുസുധിനെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ആരെന്ത് സമാധാനം പറയും? രേണുസുധിക്ക് ആര് സപ്പോർട്ട് കൊടുക്കും? വളരെ കഷ്ടമാണ്. സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന തോന്നിവാസത്തിന് സോഷ്യൽ മീഡിയയിൽ തന്നെ മറുപടി കൊടുക്കണം. ഇതൊക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, ഇത് കുറച്ച് ഓവറാണ്.